സുരേഷ് ഗോപി കോട്ടയം വന്നായിരുന്നു. കലിങ്ക് പരിപാടി ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് പോകുമ്പം അദ്ദേഹത്തിൻ്റെ വണ്ടി എന്തൊരു ബ്ലോക്കിൽ വന്ന സമയത്ത് ഒരു മനുഷ്യൻ അയാളുടെ സൈഡിൽ വരികയും വണ്ടിയുടെ സൈഡിൽ വരികയും പിന്നീട് അദ്ദേഹം മുമ്പിലോട്ട് വന്ന് ബ്ലോക്ക് ചെയ്തുകൊണ്ട് അയാൾക്കെന്തോ പറയാനുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ മൊത്തം ബ്ലോക്ക് വന്നു, പോലീസ് ഓടി വന്നു. ആരാധകരോ ഭക്തരോ പ്രവർത്തകരോ ആരോ BJPക്കാരോ RSSകാരോ ഓടി വന്ന് ഇയാളെ പിടിച്ചു മാറ്റുന്നുണ്ട്. അയാളെ തള്ളുകയും അയാൾക്ക് നേരെ ആക്രോശിക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസ് വന്ന് പിടിച്ചു മാറ്റി. അവിടെ നിന്നിരുന്ന മറ്റ് ആൾക്കാർ കണ്ടിട്ട് BJP പ്രവർത്തകരോ അല്ലെ സാധാരണക്കാരായ ആൾക്കാരോ ആയിരിക്കാം, അവരൊക്കെ അയാളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷേ രണ്ട് സഹോദരങ്ങൾ, ആ സഹോദരങ്ങൾ വന്ന് ഇദ്ദേഹത്തോട് വളരെ മോശമായിട്ട് പെരുമാറുന്നു. പിടിച്ച് തള്ളുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ അങ്ങനെ വീണ് തലപൊട്ടി മരണപ്പെട്ട എന്ത് ചെയ്യും? വളരെ മോശമായിട്ട്. ഇപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് പുള്ളി ഒന്നും ചെയ്തിട്ടില്ല. പുള്ളിയുടെ വണ്ടിയുടെ മുമ്പിൽ വന്ന് പുള്ളിക്ക് വേണമെങ്കിൽ ഫയൽ മേടിച്ച് വെക്കായിരുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ വേണം സുരേഷ് ഗോപി പുറത്തോട്ട് ഇറങ്ങി വരായിരുന്നു. എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കായിരുന്നു. അതിപ്പം സുരേഷ് ഗോപിയുടെ ഇഷ്ടമാണ്. പുറത്തിറങ്ങി വരുമായിരുന്നു നല്ലതെന്ന് എനിക്ക് തോന്നി. കലുങ്ക് സംവാദം കഴിഞ്ഞു മടങ്ങിയ സുരേഷ് ഗോപിയുടെ വാഹനത്തിനടുത്തേക്ക് നിവേദനമായി എത്തിയ ആളെ BJP പ്രവർത്തകർ പിടിച്ചു മാറ്റി. ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുന്നിലേക്കാണ് നിവേദനമായി ഒരാൾ എത്തിയത്. എന്താണ് സംഭവിച്ചതെന്നുള്ള ദൃശ്യങ്ങൾ നോക്കുക. എന്താണ് സംഭവിച്ചതെന്ന ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി. വിതിൻ ദാസ് ചേരുന്നു വിശദാംശങ്ങളുമായി. വിതിൻ, സുരേഷ് ഗോപിയുടെ വാഹനത്തിലേക്ക് ഇത് കൊടുക്കാൻ ശ്രമിക്കുന്നു, നടക്കാതെ വരുമ്പോൾ മുമ്പിൽ കയറുന്ന അപേക്ഷിക്കുന്നു. പക്ഷേ അവിടെയുള്ള BJP പ്രവർത്തകരാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഒരാൾ അയാളെ കയ്യേറ്റം ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ളവർ സമാധാനിപ്പിക്കുന്നുണ്ട്. ആരാണ് ഇയാൾ? എന്താണ് ഇയാൾ സുരേഷ് ഗോപിയോട് പറയാൻ ശ്രമിച്ചത്? എന്താണ് വിതിന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ? അഭിജി, ഇന്ന് രാവിലെ പള്ളിക്കത്തോട് ബസ് സ്റ്റാൻഡ് മൈതാനിയിലാണ് സുരേഷ് ഗോപിയുടെ കലിംഗ് സംവാദ പരിപാടി നടന്നത്. ഒരു മണിക്കൂറോളം അധികം ഈ കലിംഗ് സംവാദം ഉണ്ടായിരുന്നു. പല വിഷയങ്ങളിൽ പലതരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഉയർന്നു. ഈ പരിപാടി കഴിഞ്ഞ് സുരേഷ് ഗോപി മടങ്ങാനിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ആരാണ് ആളെന്ന കാര്യത്തിൽ ഒന്നുകൂടി ഒരു അന്വേഷണത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ആവശ്യം എന്തായിരുന്നു എന്ന കാര്യത്തിലും ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ അവിടെ നിന്ന് സുരേഷ് ഗോപി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തും വാഹനത്തിന്റെ സൈഡിലേക്ക് എത്തി നിവേദനം കൊടുക്കാൻ വേണ്ടി എത്തിയ ആൾ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ആ വാഹനം മുന്നോട്ട് എടുക്കുന്നു. ആ വാഹനത്തിന്റെ ഡോർ തുറക്കുന്നതിന് ഒന്നും തന്നെ സുരേഷ് ഗോപി തയ്യാറായില്ല. അതിനുശേഷം ഇയാൾ വാഹനത്തിന്റെ മുന്നിലേക്ക് എത്തി അവിടെ നിന്ന് വീണ്ടും ഇത് സ്വീകരിക്കണം എന്നൊരു അപേക്ഷ നൽകിയാണ്. ആ ഘട്ടത്തിൽ ഒന്നും തന്നെ സുരേഷ് ഗോപിയുടെ വാഹനത്തിന്റെ ഡോറിന്റെ ഗ്ലാസ് താക്കാൻ പോലും തയ്യാറായിരുന്നില്ല. അതിനുശേഷം 1-2 തവണ ഇദ്ദേഹം ഈ വാഹനത്തിന് ചുറ്റും ഓടി നടന്ന് ഈ നിവേദനം സ്വീകരിക്കണമെന്ന ആവശ്യം ഉയർത്തുകയായിരുന്നു. ആ സമയത്താണ് കലിംഗ് സംവാദത്തിനെത്തിയ മറ്റ് BJP പ്രവർത്തകർ കണ്ട് ഇവിടേക്ക് എത്തുകയും ഇയാളെ വാഹനത്തിന്റെ അടുത്ത് നിന്ന് ബലം പ്രയോഗിച്ച് പൂർണ്ണമായി പിടിച്ചു മാറ്റുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അതിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ ദൃശ്യങ്ങൾ കാണുന്ന ഒരാൾ ഒരു BJP പ്രവർത്തകനായിട്ടുള്ള ആളെ പിടിച്ച് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവിടെ നിന്ന് മാറ്റി വെക്കുന്നു. അതിനുശേഷം ഉയർന്ന ഉന്നത നേതാക്കളടക്കമുള്ള ആളുകളെ പരിപാടിയിൽ പങ്കെടുത്തു. അവരെത്തിയതിനു ശേഷമാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. അവിടെ ആ വാഹനം സുരേഷ് ഗോപി കടന്നു പോയതിനു ശേഷം മാറ്റി നിർത്തി എന്താണ് പ്രശ്നം എന്ന കാര്യത്തിലടക്കമുള്ള കാര്യത്തിൽ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും സുരേഷ് ഗോപിയുടെ വാഹനം തടഞ്ഞു എന്ന് ആരോപിച്ചുകൊണ്ടാണ് നിലവിൽ ഈ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ആളുകൾ അദ്ദേഹത്തെ കൈയേറ്റം ചെയ്യാനും അദ്ദേഹത്തെ ഇവിടെ നിന്ന് ബലം പ്രയോഗിച്ച് പിടിച്ച് മാറ്റാനും വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. ഏതായാലും ഇനി എന്താണ് അദ്ദേഹത്തിന്റെ ആവശ്യം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത അദ്ദേഹം ഇവിടെ പോയിട്ടുണ്ട്. ആ കൂടുതൽ വിവരങ്ങൾ ആവശ്യം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അതാണ് എന്തോ അത്രയും ഗുരുതരമായ ഒരു ആവശ്യം അദ്ദേഹത്തെ കണ്ട് അറിയിക്കാൻ വേണ്ടി ആയിരിക്കും എത്തിയതാണ് BJP മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ ഈ സംഭവത്തിന് ശേഷം നേരിട്ട് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ കണ്ട് എന്താണ് നിശ്ചയമായിട്ടും നമ്മൾ അന്വേഷിക്കണം. അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളതാണെങ്കിൽ വിധിൻ തീർച്ചയായിട്ടും അത് വാർത്തയിലൂടെയെങ്കിലും നമുക്ക് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. എന്താണ്, ആരാണ്, എന്തിനു വേണ്ടി ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊന്ന് അന്വേഷിക്കുകയും നമുക്ക് വാർത്തയിൽ തന്നെ നൽകാം. ഒരിക്കൽ കൂടി ആ ദൃശ്യം. സുരേഷ് ഗോപി കലിംഗ് സംവാദം കഴിഞ്ഞ് മടങ്ങുമ്പോൾ വാഹനത്തിനുള്ളിലിരിക്കുമ്പോഴാണ് നിവേദനം കൊടുക്കാൻ കാറിന്റെ സൈഡിൽ വന്ന് നിൽക്കുന്നത്. ഈ നിൽക്കുന്ന ആള് നിവേദനം തരാനാണെന്നോ എന്ത് സാഹചര്യത്തിലാണെന്നോ സുരേഷ് ഗോപി എന്നുള്ള കേന്ദ്രമന്ത്രി ജനപ്രതിനിധി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ആ വാഹനത്തിന്റെ മുമ്പിൽ കയറി നിന്ന് വീണ്ടും അപേക്ഷിക്കുന്ന ആളെ പിടിച്ചുമാറ്റി വാഹനം പോകാനുള്ള വഴിയൊരുക്കി അതുവരെ മനസ്സിലാക്കാം. പക്ഷേ അതിനുശേഷം ആ മനുഷ്യനെ തള്ളി നീക്കുകയും ആക്രോശിക്കുകയും ബലമായി തള്ളി
അദ്ദേഹം തെറിച്ച് വീഴാതിരുന്ന ഭാഗ്യമാണ്. നീക്കുകയും ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന BJP പ്രവർത്തകരാണെന്ന് പറയുന്നത് എല്ലാവരും അല്ല ഒന്നോ പേരാണ്. അത് വളരെ ക്രൂര കുറ്റകൃത്യമാണ് സത്യത്തിൽ സംഭവിച്ചത്. പിന്നീട് നേതാക്കളൊക്കെ ഇടപെട്ട് സമാധാനിപ്പിക്കുമ്പോഴും ആ മനുഷ്യൻ കരയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ദൈന്യതയോടുകൂടി എന്തോ ഒരു വിഷയം സുരേഷ് ഗോപി പരിഹരിക്കണ്ടാണോ അല്ലയോ നമുക്കറിയില്ല. ഒരു ജനപ്രതിനിധിയുടെ, ഒരു ജനനായകന്റെ മുമ്പിൽ സുരേഷ് ഗോപിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വിഷയം അവതരിപ്പിക്കാൻ വന്ന ഒരു മനുഷ്യനാണ് ഇത്തരത്തിൽ അയാൾ ചെയ്ത് അതിനുവേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്ത രീതികളും വഴികളും ശരിയാണോ എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടായത് ഇതിപ്പം വളരെ വിഷമം തോന്നില്ല. അദ്ദേഹത്തിന് എന്തോ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്ന്. അല്ല, അങ്ങനെ ദ്രോഹിക്കുന്നത് ശരിയല്ലോ. നമുക്ക് പിടിച്ചു മാറ്റി കാര്യങ്ങൾ ചോദിച്ചാൽ മതിയില്ലേ. സുരക്ഷാ വീഴ്ച ഉണ്ടായെന്നാണ് പറയുന്നത്. അപ്പം അണികൾ, ഞാൻ ഈ വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ അണികൾ, ആരാധകർ, ഭക്തർ, സുരേഷ് ഏട്ടൻ്റെ ആൾക്കാർ എന്നെ തെറി വിളിക്കാൻ, എൻ്റെ തന്തയ്ക്ക് വിളിക്കാനൊക്കെ വരുന്നുണ്ടോ? തൊഴിലല്ലേ അല്ലേ, എന്താ ചെയ്യുക. എന്നെ പോലെയുള്ളവർ പറയുമ്പം പ്രതിരോധിക്കണ്ടേ. അവൻ്റെ അമ്മയുടെ അല്ലേ എന്ത് പറഞ്ഞാലും തള്ളയ്ക്കല്ലേ പറയണ്ട. അതാണല്ലോ നമ്മുടെ ഭാരത സംസ്കാരം. മാതാവ്, ഭരത് മാതാ കി ജയ്. അതുകൊണ്ട് പ്രത്യേകിച്ച് മാതാവിന് പറഞ്ഞു തന്നെ പഠിക്കണം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പം ബഹുമാനപ്പെട്ട ക്യാപ്റ്റൻ്റെ പരിപാടികളായിരുന്നല്ലോ മാതൃകാപരമായ രക്ഷാപ്രവർത്തനം. ഇവിടെയൊക്കെ രാജാക്കന്മാരാണ്. ഇപ്പം ക്യാപ്റ്റനാണെങ്കിലും ദേഹമാണെങ്കിലും രാജാവാണ്, രാജാവ്. ഇപ്പം മാതൃകാപരമായ രക്ഷാപ്രവർത്തനമാണ് ഇതും. കല്ലെങ്കിൽ പോയി ആളുകളെ പ്രശ്നങ്ങൾ കേൾക്കുന്നു. പ്രശ്നങ്ങൾ കേൾക്കാനാണ് ഇതുകൂടെയും കേട്ടുകൂടെ. എന്ത് മാറ്ററിലായിക്കോട്ടെ ഒരു സാധു മനുഷ്യൻ സംസാരിച്ചാൽ ബെറ്റർ ആയിരുന്നു. ഇതൊക്കെ പറയാം നീ ആരാടാ എന്ന് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇന്ത്യയിലുള്ള ഒരു പൗരനാടേ. ആരുടെ അണി ആരാധകനും ഭക്തനൊന്നുമല്ല. ഈ സാധനം ഇട്ട് കൊടുക്കുന്ന പൗരൻ, വോട്ട് കൊടുക്കുന്നവൻ. മനസ്സിലായോ? വോട്ട് ചോദിക്കാൻ വരുമ്പം ഞാനിങ്ങ് എടുത്തോളാം, മറ്റത് വെച്ച് തരാം, ഇത് വെച്ച് തരാം, അത് വെച്ച് തരാം എന്നൊക്കെ പറയും. വോട്ട് കിട്ടിക്കഴിയുമ്പം പിന്നെ മാറിയിരിക്കുക, കടക്ക് പുറത്ത്. ഈ സംഗതി നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ടൊന്ന് കിട്ടുന്ന വരെയുള്ളൂ നമ്മളോട് ഈ പറയുന്ന സ്നേഹവും ബഹുമാനവും ഒക്കെ. അതങ്ങ് കിട്ടിക്കഴിയുമ്പം പിന്നെ അങ്ങോട്ട് രാജാവേ, ചിന്നപ്പടയുടെ രാജാവേ. എല്ലാവരും ഒന്നും അത്രക്കാരല്ല. ചിലർ, ഒരു വിഭാഗം പൊളിറ്റീഷ്യൻസ്, അവർ ചിന്തിക്കുന്നത് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അവർക്ക് ആവശ്യമില്ല, അടുത്ത 5 വർഷം കഴിഞ്ഞ് മതിയില്ലേ. അതല്ല ഇപ്പം ഇലക്ഷൻ സമയമായപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. എന്തൊക്കെ നമുക്ക് കൊച്ചി കേരളത്തിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പല പല പ്രസ്ഥാനങ്ങൾ വരുന്നു, പല പല സംരംഭങ്ങൾ വരുന്നു. വോട്ട് അതിങ്ങനെ കൊടുക്കുന്ന അത്ര നാളേ ഉള്ളൂ നമ്മുടെ വില. പിന്നെ 5 വർഷം കഴിയണം. ഏതായാലും ഇദ്ദേഹത്തോട് കാണിച്ചത് സുരേഷ് ഗോപി അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് ഇറങ്ങിച്ചില്ലായിരുന്നു. ഇപ്പം ഈ അണികൾ, ആരാധകർ, ഭക്തരായിട്ടുള്ളവർക്ക് പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നല്ലോ, ആനയും പേടിക്കണം, ആനപ്പിണ്ടത്തെയും പേടിക്കണം. അതുപോലെ രാഷ്ട്രീയത്തിൽ നേതാക്കളെയും പേടിക്കണം, അണികളെ, ആരാധകരെയും നമ്മൾ ഭയക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.